നമസ്കാരം. ഇന്ന് 10 ആഗസ്റ്റ് 2025. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും മംഗളം ആശംസിക്കുന്നു. ഇന്ന് 10 ആഗസ്റ്റ് 2025. അപ്പോൾ ഞാൻ 4850 തരം മരുന്ന് സ്വന്തമായി കണ്ടുപിടിച്ച് 100% വിജയം വന്നുള്ള ഒരാളാണ്. അപ്പോൾ എത്ര വലിയ മജ്ജപഴുക്കലാണെങ്കിലും നമ്മളെ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. കരള്, മൂത്രസഞ്ചി, ഹാർട്ട്, മനസ്സിലായില്ലേ? ഇത് ആണ് ശ്വാസകോശത്തിൽ മജ്ജപഴുക്കാനും ഒക്കെ കാരണം വരുന്നത്. എന്നാൽ തലവേദന, മൈഗ്രെയിൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഇതുവരത്തെ കാഴ്ചപ്പാടൊക്കെ തെറ്റാണ്. നമ്മളെ പല്ലിൻ്റെ ഈ അണക്കല പല്ലിൻ്റെ സൈഡിൽ കേടുണ്ടാവും. ആ കേട് വന്നാൽ നിലവിലിപ്പോൾ അതിന് മാറ്റാനുള്ള സംവിധാനമൊന്നും ഞാൻ ഇതുവരെ പഠിച്ചതിലൊന്നും എനിക്ക് കിട്ടിയില്ല. മനസ്സിലായില്ലേ? ഒരുപാട് തരം പല ആളുകളുടെ അടുത്തുള്ളതൊക്കെ പോയിട്ടൊക്കെ പഠിച്ചെങ്കിലും അത് പരാജയപ്പെട്ടിരിക്കുക. എന്നാൽ ഈ തലവേദന വന്നാൽ നിങ്ങൾ മരിക്കാനിട വരുന്നുണ്ട്. അതുപോലെ മഞ്ഞപ്പിത്തം വന്നാൽ മരിക്കാനിട വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് 2-3 ഫോർമുല ഉണ്ടാക്കാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, മൂത്രം പോകാത്തതാണ് ഏറ്റവും വലിയ കേട്. അതിന് കരളിനാണ് കേട്, അല്ലെങ്കിൽ ഹാർട്ടിനാണ് കേട്, അല്ലെങ്കിൽ വൃക്കക്കാക്ക്. മനസ്സിലാക്കണം. അപ്പോൾ ഈ മൂത്രം, ലിവർ നന്നാക്കിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവും. എന്നാൽ അതിൽ ശരിയാവാത്തൊരു കാര്യമാണ് പല്ലിൻ്റെ കേട്. അപ്പോൾ പല്ല് വിശദമായിട്ട് നോക്കി, അത് നോക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ബന്ധപ്പെട്ടവർക്ക് തന്നെ അത് പറ്റും. നമുക്കതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. എന്തായാലും അത് എടുത്ത് ഒരു ദിവസം മരുന്ന് വെച്ചാൽ കടുത്ത തലവേദന മാറി കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പം മരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ ചെറിയ പെൺകുട്ടികൾ, നമ്മുടെ മുന്നിൽ ആണോ പെണ്ണോ എന്നല്ല അതിൻ്റെ കാര്യം, കുട്ടികൾ മലപ്പുറം ജില്ലയിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന്, അത് ജില്ലയൊന്നും അല്ല അതിൻ്റെ പ്രശ്നം, ജില്ലയും ആളൊന്നും അല്ല പ്രശ്നം, പല്ല് കേടുവരുന്ന. പല്ല് കേടുവരിക എന്ന് വെച്ചാൽ പുളി കടിച്ചാൽ പല്ല് കേടുവരും. അടുപ്പത്ത് കിടന്ന് തിളക്കുന്ന പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ ഇറച്ചി കഷ്ണം കടിച്ചാൽ പല്ല് ചത്തുപോകും. ഐസിൻ്റെ കട്ട ഏതാണെങ്കിലും കടിച്ചാൽ പല്ല് ചത്തുപോകും. ഇതൊരു വസ്തുത. പല്ല് ചത്താൽ അന്നറിയില്ല. എന്നാൽ കുറച്ച് കൊല്ലങ്ങൾക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ 2000 മില്യൺ കോടി അമേരിക്കൻ ഡോളറൊക്കെ ചിലവഴിച്ചിട്ട് ഇയാൾ മരിക്കാൻ സാഹചര്യപ്പെടുന്ന ഒരു കാരണമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ പല്ല് നമുക്ക് 2 സൈഡും, ഒരു പല്ലിൻ്റെ 2 അറ്റത്തും, പിന്നെ പല്ല് വൈദ്യന്മാരുടെ കമ്പി കൊണ്ട് കുത്തി നോക്കിയാൽ അത് വേദന ഉണ്ടോ എന്ന് പ്രത്യേകം അറിയാം. വേദന ഉണ്ടെങ്കിൽ അത് മാത്രം മാർക്ക് ചെയ്തിട്ട് അത് പറിക്കണം. അത് പറിക്കാൻ ചിലവ് 3000 രൂപ പറിക്കാൻ ചിലവ്, മരുന്നിൻ്റെ ചിലവ് വേറെ വരും. ഈ 3000 രൂപ കൊടുത്തത് പറിച്ചാൽ നിങ്ങളുടെ രോഗം മാറി എന്നുള്ളതാണ്. ഈ കടുത്ത തലവേദന മാറി. എന്നാൽ മഞ്ഞപ്പിത്തത്തിന് ഇത് പോരാ. മഞ്ഞപ്പിത്തത്തിന് അതിൻ്റെ മരുന്ന് വെക്കണം. അത് മഞ്ഞപ്പിത്തത്തിന് നമ്മൾ മരുന്ന് വെക്കണത് വെറും 500 രൂപക്കുണ്ട്, 12500 രൂപക്കുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നല്ലേ? ഒരേ മരുന്നാണ്, പക്ഷേ അതിന് അളവ് കൂടുതൽ വരും. അതായത് ഈ അളവ് കൂടുന്നത് ഒരുപാട് ചെടികൾ അധികം ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ഈ അളവ് കൂട്ടുന്നത്, അല്ലാതെ വെള്ളം കൂട്ടിയോണ്ടല്ല. എന്നിട്ട് അതിൽ കൂടെ സാധനം വരാം. പക്ഷേ അതിൻ്റെ എന്തൊരു കാര്യമുള്ളത് വെച്ചാൽ, മഞ്ഞപ്പിത്തത്തിനാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏകദേശം 4000 രോഗമാണ് ആ 1 ലിറ്റർ മരുന്ന് കൊണ്ട് മാറിക്കിട്ടുന്നത്. മനസ്സിലായില്ലേ? അത് 1 ലിറ്ററാണ്. മനസ്സിലായില്ലേ? അതിൽ കൂടുതലും ചേരുന്നത് പച്ചവെള്ളം. 13 തരം മരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേറ്റ് നിങ്ങൾ ആദ്യം ഹാർട്ട് നന്നാവുമോ, മൂത്രസഞ്ചി നന്നാവുമോ, വൃക്ക നന്നാവുമോ, അത് തലച്ചോറിൻ്റെ ഭാഗമാണ് നന്നാവുക, അത് ഹാർട്ടിൽ നിന്ന് തലച്ചോറിലേക്ക് കയറുന്ന ഈ ഞരമ്പിനാണോ വരിക, അത് കണ്ണിൻ്റെ ഞരമ്പിന് ഇങ്ങനെ വരിക എന്ന് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ കറണ്ട് സ്വിച്ച് ഇട്ടിട്ട് കണ്ടില്ലേ, നിങ്ങൾ പലപ്പോഴും നോക്കൂ,
സ്വിച്ച് ഇടുമ്പോൾ സ്വിച്ച് ഇട്ടതിന് കഴിഞ്ഞതിന് ശേഷമാണോ ബൾബ് കത്തുക അല്ലെങ്കിൽ കെടുക, അല്ലെങ്കിൽ അത് കെട്ടതിന് ശേഷമാണോ സ്വിച്ച് ഇടുക? ഇത്രയും ഗൗരവമുള്ള ഒരു സാധനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ലോകത്ത് ഇതുവരെ ഇതൊന്നും കണ്ടുപിടിക്കാനോ പറയാനോ നിങ്ങൾ കണ്ടുപിടിച്ച ഒരു ഡോക്ടർമാരെ കൊണ്ടും സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. കാരണം 60 കൊല്ലമൊക്കെ പ്രശ്നം നടന്നിട്ട് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരാളെ കൊണ്ട് സാധിക്കില്ല. അപ്പം നുണ പറഞ്ഞാൽ അവന് വലിയ ഡോക്ടറാവും, ദിവസം കോടികൾ വരുമാനം ഉണ്ടാവും. ഇതൊക്കെ വിട്ടിട്ട് ഈ പട്ടിണി കിടക്കുന്നവൻ്റെ ചിന്ത ഒന്നും ചിന്തിക്കാൻ ആരും വരില്ല. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ പതിയിൽ മുഹമ്മദ്, എൻ്റെ ഉപ്പയുടെ പേര് മമ്മി എന്നാണ്. ഇന്ന് ജീവിച്ചിരിപ്പില്ല, 2 കൊല്ലമായി മരിച്ചിട്ട്. എന്തായാലും അദ്ദേഹത്തിനും എനിക്കും വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കണക്കിൽ പടച്ചോടുക്കാൻ സാധ്യതയില്ല. ഇനി ഒരു പക്ഷേ ഒരുപാട് എണ്ണമുള്ളതല്ലേ, ഏതിലെങ്കിലും ഫക്കീറുൽ മോമിനീൻ്റെ പ്രാർത്ഥന ചിലപ്പോൾ എടുത്തെങ്കിലും കാര്യം. അതാണിപ്പോൾ ഞാൻ കണ്ടുവരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മരുന്നിൻ്റെ ഇതിൽ കൂടുതൽ മന്ത്രം കൊണ്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് മന്ത്രം വളരെ ദൈർഘിപ്പിച്ചൊന്നുമില്ല, 2 സെക്കൻഡിൽ തീരാവുന്ന മന്ത്രമാണ്. പക്ഷെ അത് ഭയങ്കരം. ഇപ്പോൾ കടലിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ എനിക്കങ്ങോട്ട് കിടന്നു പോകണമെങ്കിൽ എൻ്റെ ചെരുപ്പ് വെള്ളം നനയാണ്ട്, ഞാൻ വെള്ളം നനയാണ്ട് എനിക്ക് അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ സാധിക്കും. അതൊരു കാര്യമാണ്. വടകര മണ്ഡലത്തിൽ ഞാൻ എൻ്റെ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഇതുപോലെ വെള്ളം നിറഞ്ഞ് നിൽക്കുക, ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കിടന്നു. 1 ചായ കുടിച്ചു, 2 ചായ കുടിച്ചത് മഴ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ കിടന്നു. കാരണം എൻ്റെ ശരീരത്തിൽ വെള്ളം അയാൾക്ക് തുണി തിരുമ്പി തരാൻ എനിക്ക് ഭാര്യയില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാനിവിടുന്ന് ദുആ ചെയ്തിട്ട് അവിടെ കിടന്നു. ഞാനിവിടുന്ന് കയറിയപ്പോൾ എൻ്റെ ചെരുപ്പ് നനയാണ്ട് ഞാനിവിടുന്ന് ഈരാഞ്ചേരി മഴ ഫുള്ള് വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ഞാനവിടെ കയറിപ്പോയി. അപ്പോൾ വെള്ളം ഉണക്കി തരണമെന്നാണ് എൻ്റെ കാരണം. റോഡ് കംപ്ലീറ്റ് വെള്ളം ഒഴിവാക്കി. അതാണ് ഏറ്റവും വലിയ അറിവ്. കുണ്ടിലും കുഴിയിലടക്കം ഒരു തുള്ളിയില്ലാണ്ട് വെള്ളം ഒഴിവാക്കി. ഞാനാ നടന്നു പോകുന്ന ഏരിയ വളരെ ക്ലിയർ. തൊട്ടടുത്തുള്ള ബഞ്ചരയ്ക്ക് ഇരിക്കുന്ന ഒരുപാട് അമ്മമാർ ഞാൻ അവിടുത്തെ കളിക്കുന്ന കളി കണ്ടു. തൊട്ട് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ ഓട്ടോറിക്ഷയിലെ ആളുകളൊക്കെ കയറി പോയത് ഫുള്ള് വെള്ളത്തിലാണ്. അവരൊക്കെ നനഞ്ഞിട്ടാണ് പോയത്. ഞാൻ അവിടെ ചെരുപ്പിൻ്റെ അടിയിൽ മാത്രം വെള്ളമില്ലാണ്ട് കയറി പോകുന്നത് ഇതുവരെ അവിടെ അടുത്ത് കണ്ടു. ഒരു കാര്യം മനസ്സിലായി. നിങ്ങളെന്താ അവിടെ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വെറുതെ മോഹമ്പത്തിൽ ചിരിയരിച്ച് ഞാൻ കിടന്നു. കാരണം ഞാൻ വൈദ്യനാണ്. ഞാനുണ്ടാക്കിയതല്ല. ഞാൻ എവിടെയോ ജീവിക്കുന്നു, എന്തോ പറയുന്നു, എന്തോ ചെയ്യുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. അതൊരു സത്യമാണ്. എന്തോ ചെയ്യുന്നു, എന്തോ പറയുന്നു, എന്തോ ചുറ്റുപാട്. നാദാപുരം മണ്ഡലത്തിൽ ചാലപ്പുറത്ത് ഇതുപോലെ ഒരു പെൺകുട്ടിയെ കുഴിച്ചിടാൻ കൊണ്ടുപോകാം. പെൺകുട്ടിയെന്ന് പറഞ്ഞാൽ 10-12 വയസ്സ് കാണും. ഞാൻ പറഞ്ഞു ചത്തിട്ട് കുഴിച്ചിടാം. ചത്താതെ നമ്മളൊക്കെ കുഴിച്ചിടല്ലോ, ഞാനും ചാവുമല്ലോ, അത് മതി. ആ കുട്ടിക്ക് ഞാൻ നിഷ്പ്രയാസം ഒരു ചെറിയ പരിപാടി ഉണ്ടായി കൊടുത്ത് ആ കുട്ടി വിജയിച്ചെന്ന് മാത്രമല്ല, 1 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് ഭയങ്കര ഒരു സാധനമായിട്ടാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ രോഗം മാറി ഉള്ളിലെ ടെൻഷൻ മാറിയാൽ നമ്മൾ നന്നാവും. വല്ലാണ്ട് ക്ലൈമറ്റ് വരും. അത് ഈ പെണ്ണുങ്ങളിലെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ അവയവമൊക്കെ വലുതായി, മുടിയൊക്കെ നല്ല നീളം വെച്ച് തടിയൊക്കെ വന്നാൽ നമുക്ക് കണ്ടാറിയില്ല. പക്ഷേ അടിയുടെ പേടി എനിക്ക് അവിടെ നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഒഴിഞ്ഞു നിൽക്കും. എല്ലാ കാര്യത്തിലും അങ്ങനെ ഒഴിഞ്ഞു നിൽക്കും. അടി നമുക്ക് പേടിയാണല്ലോ. പിന്നെ നാട്ടുകാരുടെ ഇടയിൽ വന്നാൽ അവർ ആദ്യം അതേ ചെയ്യും. അതായത് മനുഷ്യനെ വഷളാക്കിയിട്ട് സാധനം ഉണ്ടാക്കുക. അവസാനം 1 വർഷം കഴിഞ്ഞിട്ട് ഞാനത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഉഷാറുണ്ട്. അപ്പം ഞാൻ 1 മാസം അടുത്ത ഈ കൊല്ലത്തിൽ അവളെ കെട്ടിച്ചു വിടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. അവിടെയാണ് പിന്നെ ഞാൻ ചെന്ന് കാണുമ്പോൾ. അപ്പോൾ എൻ്റെ ജോലി എങ്ങനെയാണ്, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്.
ഒരു പ്രത്യേക ഘട്ടത്തിൽ എനിക്ക് വിശ്വാസമുള്ള ഏരിയയിൽ എനിക്ക് സഹായിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ സഹായമൊന്നുമല്ല. ഇപ്പോൾ അമേരിക്കയിൽ കാട്ടുതീ വന്നു, എനിക്ക് എന്നെ ബോധ്യപ്പെടുത്തുന്ന ആളുകൾ അതിലുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് എനിക്ക് കർമ്മം ചെയ്താൽ ആ തീ അവിടെ തന്നെ കിടക്കും. അമേരിക്ക എവിടെ കിടക്കണം, എത്ര യാത്ര വേണം, ഇത് കണ്ടെത്താൻ എന്താ വഴി, അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ സാധനം അതിലൊക്കെ ഗൗരവമാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് അതാണ് പറയുന്നത്. ഒരാളെ നമ്മൾ അളന്ന് പോകരുത്, അവർക്ക് നേരെ നമ്മൾ മോശങ്ങൾ പ്രവർത്തിക്കരുത്, നമ്മൾ ആർക്കും നുണ പറയരുത്. ഞാൻ കാരണം വേറൊരാൾക്കും മരിക്കാൻ ഇടവരരുത്, ജയിലിൽ കിടക്കാൻ ഇടവരരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കാനോ കുടുംബം നശിപ്പിക്കാനോ ഇടവരരുത്. ഒരുത്തരൻ്റെ ഒരു ഫാമിലി ബന്ധം ഞാൻ കാരണം കേടുവരരുത്. ഇതെനിക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ അത് എൻ്റെ വിഷയമല്ല. എൻ്റെ സത്യം ഇതാണ്. എൻ്റെ റബ്ബാണ്. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും ജയ് ശ്രീറാം. അസ്സലാമു അലൈക്കും.